താജ്മഹൽ കിനാവ് കണ്ട് കിടന്ന് ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. കുറച്ചു ദിവസമായി ഒന്ന് നല്ലപോലെ കുളിച്ചിട്ടും പല്ലേച്ചിട്ടൊക്കെ. ഗുരുദ്വാർ നല്ല വൃത്തിയുള്ളതുകൊണ്ട് എനിക്കന്ന് അവിടെ ഒരു മംഗലായിരുന്നു. ഒന്ന് കുളിച്ചു വരുമ്പോൾ തന്നെ നല്ല മഞ്ഞും തണുപ്പൊക്കെ ആയിട്ട് അടുത്ത വണ്ടിക്ക് നാട്ടിൽ പോയാലോ എന്നായി. പിന്നെ നേരെ അവരുടെ അമ്പലത്തിൽ കയറിയപ്പോഴാണ് കുറച്ചാളിരുന്ന് പാടുന്നുണ്ട്. ശരിക്കും നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അവർ പാടത്തൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും എന്തൊക്കെയോ ഒരു സമാധാനം എവിടേക്കോ കിട്ടുന്നുണ്ട്. കുറച്ചേരം പാട്ടൊക്കെ കേട്ട് നല്ലോണം ഒന്ന് വിശന്നപ്പം അണ്ണന്റെ അടുക്കളയിൽ പോയിട്ട് അവിടെ ഇരുന്നു. അണ്ണൻ നല്ല ഇഞ്ചി ചായയും ചപ്പാത്തിയും കറിയൊക്കെ തന്നു. അണ്ണനോട് ഒരു ധന്യവാദം പറഞ്ഞിട്ട് ഒരു ഊബർ അണ്ണനെ പിടിച്ചു. അന്ന് താജ്മഹലിൽ ഫസ്റ്റ് കാലുകുത്തുന്നത് ഈ ഐഷാബി ആയിരിക്കണം. അതുകൊണ്ട് അണ്ണനോട് പറപ്പിച്ച് വിടുവാപ്പാന്ന് പറഞ്ഞു. അണ്ണന്റെ വണ്ടി എന്നെ സ്റ്റാർട്ട് ആകുന്നില്ല മഞ്ഞുകൊണ്ട്. അപ്പോഴാണ് പറപ്പിക്കല്. അങ്ങനെ എങ്ങനെയൊക്കെയോ എഴുന്നിട്ട് താജ്മഹൽ എത്തി. ഞാൻ ആദ്യം വിചാരിച്ച ഡമ്മിയാണെന്ന്. പിന്നെ മൂക്കിനെടുക്ക പോയി കൈവച്ചപ്പോഴാണ് മനസ്സിലായത് നല്ല ഇളം തണുത്ത കാറ്റ് വരുന്നുണ്ട്. കുട്ടിമാമാനാ നെട്ടിമാമാന്ന് പറഞ്ഞ മാതിരി ഒക്കെ ഇന്നലെ ഇവിടെ പായിട്ട് കടന്നതാന്ന് തോന്നുന്നു. അക്ഷയ നടുവിടുന്ന മാതിരി ഓടി അപ്പുറം പോയപ്പോഴുണ്ടല്ലോ ഊപ്പറ് കാണുന്നില്ല. ഇവിടെ താജ്മഹൽ എവിടെ? താജ്മഹൽ കാണാത്ത സ്ഥിതിക്ക് ഞാൻ കുറച്ചേരം ഇക്കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചിട്ട് അവിടെ ഇരുന്നു. അപ്പോഴാണ് ബാക്കിൽ നിന്ന് ജയ് ജയ് എന്നുള്ള സൗണ്ട് കേൾക്കണേ. വല്ല പാർട്ടിക്കാരെ വിചാരിച്ചിട്ട് തിരിഞ്ഞോക്കുമ്പോഴാണ് നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ട് ചെയ്ത അമ്മച്ചിമാര്. ഒരു 10-11 മണിയായപ്പോ മൂപ്പർ താനെ പൊങ്ങി വന്നിട്ടോ. പിന്നെ കാലിനൊരു കവറൊക്കെ ഇട്ട് വെള്ളാട്ടപ്പോക്കറ മാതിരി മുന്താസിന്റെ കബറ് കാണാൻ പോയി. അപ്പോഴാണ് നാട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചത്. ഉമ്മാനോട് ഞാൻ പറഞ്ഞു നമ്മളെ മുന്താസിന്റെ കബറ് കാണാൻ പോവാണ്. അപ്പൊ ഉമ്മാനോട് പറയാണ് ഐഷ ഈ കബറിനോടൊക്കെ പോയാലേ യാസിൻ ഓതണട്ടോ, ഇവിടെ പണ്ടാരുണ്ടോ, അവിടെ ഒരു 10-20 ഉറുപ്പിക ഇട്ടോളൂ, എന്നാ പിന്നെ എന്റെ യാത്രയിൽ ഒരു മുസീബത്തും ഉണ്ടാവില്ല അത്ര. അപ്പൊ ഉമ്മാനോട് പറഞ്ഞിക്കണ് ഒരു ചന്ദനത്തിരി ഇവിടെ നേർച്ചാക്കിയിട്ടുള്ളൂ ഞാൻ വരും ഉമ്മ. അത് കേട്ടപ്പോ ഉമ്മയും ഹാപ്പി, ഞാനും ഹാപ്പി, കബറിലുള്ള മുന്താസും ഹാപ്പി.